എല്ലാവരും നമ്മൾ നാസികളെ വില്ലന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും സയന്റിഫിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസും ഇവർ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഓർത്തോപീഡിഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡു യു വാണ്ട് ടു വാക്ക് ടു യുവർ ഗ്രേവ് ഓർ ലിംപ് ടു യുവർ ഗ്രേവ്? ഈ പ്ലേസ് ചെയ്യുന്ന ഇംപ്ലാന്റ്സ് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് കളയണോ? ഈ കമ്പി എപ്പോൾ ഊരാൻ ഡോക്ടർ? അതെ അതെ, എക്സാക്ട്ലി. നമുക്കറിയാം, ഏത് ശരീരഭാഗത്തും ഒരു മുറിവ് വന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും സ്കാർ ഉണ്ടാവും. അതെ അതെ. പക്ഷേ എല്ല് മുറിഞ്ഞു കഴിഞ്ഞാൽ സ്കാർ ഉണ്ടാകത്തില്ല. ബോൺ ഹീൽ ബൈ ബോൺ ഇറ്റ്സെൽഫ്. ഞങ്ങൾ തന്നെ പറയാറുണ്ട്, എക്സ്റേ ഈസ് ആൻ ഇമേജ് ഈസ് ആൻ ഇല്യൂഷൻ, പേഷ്യൻ്റ് ഈസ് ദ റിയാലിറ്റി. ടു ഇന്റർപ്രറ്റ് ആൻ ഇല്യൂഷൻ യു നീഡ് എക്സ്പെർട്ടൈസ്. ആള് പറയാറുണ്ട്, ഡോക്ടറെ ഞങ്ങൾ ദൈവമായിട്ടാണ് കാണുന്നത്. ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ഡോക്ടറെ ദൈവമായിട്ട് കാണരുത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യം പഠിച്ച്, നിങ്ങൾക്കില്ലാത്ത ഒരു സ്കില്ല് നേടി, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നോളജോടുകൂടി സ്കിൽഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് ഡോക്ടർ. ഹി ഈസ് നോട്ട് എ ഗോഡ്, not a mere human being also. He is an expert, skilled professional. Voices shaping the future of medicine. Stories, knowledge, experience. More for life. ഹലോ എവ്രി വൺ, വെൽക്കം ടു പ്രോജക്റ്റ് ഹീൽ. ഒരു സെക്കൻഡിൻ്റെ അശ്രദ്ധ മതി നമ്മുടെ ജീവിതം തന്നെ മാറി മറിയാൻ. ഈ കാലത്ത് ആക്സിഡൻസും ഫ്രാക്ചേഴ്സും ഒക്കെ വളരെ കോമൺ ആയിട്ട് വരികയാണ്. ഇന്ന് ഫ്രാക്ചേഴ്സിനെ കുറിച്ചും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ നിരഞ്ജൻ TJ ആണ്. വെൽക്കം ഡോക്ടർ ടു ദ ഷോ. സോ ഡോക്ടർ, ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. യൂഷ്വലി എല്ലാവർക്കും ഫ്രാക്ചറൊക്കെ വന്നു കഴിയുമ്പോൾ സർജറി ചെയ്യാൻ പേടിയാണ്. സോ ഇപ്പം സർജൻ ആണെങ്കിൽ സർജറി റെക്കമെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാവും. സോ ശരിക്കും ഒരു ഫ്രാക്ചർ വന്നാൽ സർജറി ചെയ്യണോ? എല്ലാ ഫ്രാക്ചറിനും സർജറി നിർദ്ദേശിക്കാറില്ല. സത്യത്തിൽ എല്ല് യോജിക്കാൻ വേണ്ടി അല്ല സർജറി നിർദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവികൾക്കും ഉണ്ടല്ലോ എല്ല്. അപ്പോൾ നമ്മൾ വേറൊരു ജീവിയുടെ എല്ല് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അതിനാരും പ്ലാസ്റ്റർ ഇട്ടോ സർജറി ചെയ്തോ അല്ലല്ലോ എല്ല് യോജിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലും സർജറി കൂടാതെ തന്നെ യോജിക്കും. പക്ഷേ നമ്മളുടെ എല്ല്, ചില പൊട്ടലുകൾ നമ്മളുടെ ശരീരത്തിലെ എല്ലിൻ്റെ ഷേപ്പ് വ്യത്യാസപ്പെടുത്തും. ചിലപ്പോൾ നമ്മളുടെ ജോയിൻറ്റിൻ്റെ സ്മൂത്ത്നെസ്സിനെ ബാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മൊത്തത്തിലുള്ള ഒരു ഫങ്ഷനെ, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു 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 മറ്റൊരു ജീവിയുടെ മുൻകാലാണ് മനുഷ്യൻ്റെ കൈയായിട്ട് രൂപാന്തരപ്പെടുന്നത് അല്ലേ? പക്ഷെ മനുഷ്യനെ മനുഷ്യനാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ കൈയും മറ്റ് വിരലുകൾക്ക് ഓപ്പോസിറ്റായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ തമ്പും. അങ്ങനെ ഒരു സ്ട്രക്ചർ വേറൊരു ജീവിക്കുമില്ല, ഏപ്സിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഒരു ഉപകരണങ്ങൾ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും പറ്റുന്നത്. അപ്പം മറ്റ് ജീവികളുടെ കൈയോ കാലോ കൊണ്ട് അവ ചെയ്യുന്നതിനേക്കാൾ വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങൾ മനുഷ്യർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനുഷ്യരുടെ ഒരു എല്ല് പൊട്ടിയാൽ അത് പരമാവധി പഴയ രീതിയിൽ യോജിപ്പിക്കുക എന്നുള്ളത് ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രയോറിറ്റിയാണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പരമാവധി പഴയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഈ പൊട്ടലിന് മുമ്പ് നിങ്ങൾ കൈകൊണ്ടോ കാലുകൊണ്ടോ ചെയ്തിരുന്ന കാര്യങ്ങൾ പരമാവധി പഴയ രീതിയിൽ തന്നെ ചെയ്യണമെങ്കിൽ ഈ എല്ലിൻ്റെ ഷേപ്പും പരമാവധി പഴയ രീതിയിലായിരിക്കണം. അതുകൊണ്ട് എല്ല് യോജിപ്പിക്കാൻ വേണ്ടിയല്ല, വളരെ ഭംഗിയായി നേരത്തെ ഉള്ള രീതിയിൽ തന്നെ എല്ല് യോജിപ്പിച്ച് നിങ്ങൾക്ക് മാക്സിമം ഫങ്ഷണൽ റിക്കവറി വരുത്താൻ വേണ്ടിയാണ് ഒന്നാമതായി ഡോക്ടർ സർജറി നിർദ്ദേശിക്കുന്നത്. ഒരു കാര്യം കൂടെ, നമ്മൾ നേരത്തെ, അതായത് നമ്മളൊരു പ്ലാസ്റ്റർ ഇട്ട് ഒരു എല്ല് പൊട്ടൽ ചികിത്സിക്കുന്നത് വയ്ക്കുക, നമ്മൾ ദീർഘനാൾ ഒരു കാലോ കയ്യോ പ്ലാസ്റ്റർ സൂക്ഷിക്കുമ്പോഴത്തേക്കും അത് വളരെ വലിയൊരു അസൗകര്യമാണ്. പിന്നെ നമ്മളിങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്യുമ്പോൾ, അതായത് അനക്കാതെ വയ്ക്കുമ്പോൾ ഈ പ്ലാസ്റ്ററിനകത്ത് ഉള്ള നമ്മളുടെ ജോയിൻറ്റ്സ് സ്റ്റിഫാവും. പ്ലാസ്റ്റർ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എല്ല് യോജിച്ചാലും ഈ ജോയിൻറ്റ്സിന് സ്റ്റിഫ്നെസ് അവിടെ നിലനിൽക്കും. ഇത് മാറ്റിയെടുക്കാൻ വേണ്ടി ദീർഘകാലമായിട്ടുള്ള ഫിസിയോതെറാപ്പിയുടെയോ മറ്റ് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരും. അപ്പോൾ ആധുനിക കാലമാണ്, ആർക്കും അങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഒരുപാട് നാൾ മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ജീവനോപാധികളും ജീവിതം എല്ലാം അതുമായിട്ട് ഈ നമ്മളുടെ മൊബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ മൂവ്മെൻറ്റ് ഈസ് ലൈഫ് എന്നുള്ളതാണ് ഓർത്തോപീഡീഷ്യൻ്റെ ഒരു മോട്ടോ. മൂവ്മെൻറ്റ് ഈസ് ലൈഫ് എന്നുള്ളതാണ് ഓർത്തോപീഡീഷ്യൻ്റെ ഒരു മോട്ടോ. അപ്പം എത്രയും പഴയ രീതിയിൽ എല്ല് യോജിപ്പിക്കുക, എത്രയും പെട്ടെന്ന് നമുക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ പറ്റുക. ഇതിനു വേണ്ടിയാണ് ഓർത്തോപീഡീഷ്യൻസ് അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാർ നിങ്ങൾക്ക് സർജറി നിർദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പം മുന്നത്തെ ഒരു കാലഘട്ടം ആയിരുന്നെങ്കിൽ ആക്ച്വലി നമുക്ക് സർജറി ഇല്ലാണ്ടെയും കുറച്ചൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതിക്ക് ആ, സർജറി ഇല്ലാതെ ഇപ്പോഴത്തെ അതായത് നമ്മൾ ശാസ്ത്രം വികസിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ കൂടുതൽ കൂടുതൽ മനുഷ്യന് പറ്റിയ കാര്യങ്ങൾ സയൻസ് എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായി. അതാണല്ലോ സയൻസിന്റെ പ്രത്യേകത. നമ്മൾ ആദ്യം കുതിരവണ്ടി കണ്ടുപിടിക്കും, അതിനുശേഷം സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിക്കും, അതിനുശേഷം സ്റ്റീം എഞ്ചിനേക്കാളും പവർഫുള്ളായ എഞ്ചിൻ കണ്ടുപിടിക്കും, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻ കണ്ടുപിടിക്കും. അങ്ങനെയാണല്ലോ ശാസ്ത്രത്തിന്റെ ഒരു ഗ്രോത്ത്. ഉം. അപ്പോൾ ഒരു 1930 അല്ലെങ്കിൽ 1925 മുമ്പ് വരെയൊക്കെ കൂടുതലും ആധുനിക വൈദ്യശാസ്ത്രം, അന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർമാരും ഈ വച്ചുകെട്ടിയുള്ള ചികിത്സയും ട്രാക്ഷൻ ഇട്ടുള്ള ചികിത്സയും, നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് ജഗതി അടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു കട്ടിൽ കിടക്കും, അങ്ങോട്ടൊരു ട്രാക്ഷൻ ഇങ്ങോട്ടൊരു ട്രാക്ഷൻ ഇട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അതെ, കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാർ മൂവീസിൽ, സെക്കൻഡ് വേൾഡ് വാർ മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ നിറയെ ആളുകളെ കിടത്തിയിട്ട് വെച്ച് ട്രാക്ഷൻ കെട്ടിയിട്ട്. ഇട്ട് ദീർഘകാലം അവരെ ആശുപത്രിയിൽ കിടത്തിയാണ് പരമാവധി പഴയ രീതിയിൽ എല്ല് യോജിപ്പിച്ചെടുക്കുന്നത്. എല്ലൊടിവ് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ടോ അല്ലെങ്കിൽ രോഗികളെ ആശുപത്രിയിൽ കിടത്തി ഭാരമൊക്കെ വെയിറ്റൊക്കെ ഇട്ടോ ഉള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്തിരുന്ന ആളുകളും 1920 മുമ്പ് വരെയൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതായത് ആൻറ്റിബയോട്ടിക്സിനെ കണ്ടുപിടുത്തതിന് ശേഷവും ഈ നമ്മൾക്ക് കൂടുതൽ അണുവിമുക്തമായ രീതിയിൽ സർജറി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നപ്പോഴാണ് ഒരു ഫ്രഷ് ഫ്രാക്ചറിനെ ഒരു ഇന്റേണൽ സ്പ്ലിന്റ് വെച്ച് സ്റ്റെബിലൈസ് ചെയ്ത് കളയാം എന്നുള്ള ആശയം ഈ വൈദ്യശാസ്ത്ര രംഗത്ത് വരുന്നത്. ഓ, ഇതിൻ്റെ ഒരു പൈനീർ എന്ന് പറയുന്നത് ഗെർഹാർഡ് കുൻഷർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ നാസി ഡോക്ടറായിരുന്നു. അദ്ദേഹമാണ് ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്രാക്ചറിനെ, ഫീമർ തൊടയിൽ പൊട്ടിയിരിക്കുന്ന പുതുതായിട്ട് വന്ന ഒരു ഫ്രാക്ചറിനെ, അതിന് മുമ്പ് ചെയ്തിരുന്ന സർജറികളെല്ലാം പൊട്ടൽ വന്ന് എന്തെങ്കിലും കാരണവശാൽ യോജിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് സർജറി ചെയ്തിരുന്നത് എല്ലിൽ. ഗെർഹാർഡ് കുൻഷർ ചെയ്തതെന്ന് വെച്ചാൽ പൊട്ടൽ വന്ന് ഉടൻ തന്നെ ഒരു ഫീമർ ഫ്രാക്ചറിനെ ഈ മാരോ ക്യാവിറ്റിക്ക് അകത്തുകൂടെ ഉള്ള ഒരു റോഡ് ഉപയോഗിച്ച് ഫിക്സ് ചെയ്യാൻ ആരംഭിച്ചു. അദ്ദേഹം ഇത് ജർമ്മൻ സയൻറ്റിഫിക് സൊസൈറ്റിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും വളരെ വലിയ കോലാഹലം ഉണ്ടായി. ഇതൊരു വെറും മണ്ടൻ സിദ്ധാന്തമാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ലെന്നും ഇത് രോഗിയെ വെറുതെ അപകടത്തിൽപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്നും അല്ലെങ്കിൽ ഇത് വെറുതെ രോഗിയെ അപകടത്തിൽപ്പെടുത്തുന്ന രീതിയാണെന്നും ഒക്കെ അന്നത്തെ പ്രമുഖരായ ബിഷഗ്വരന്മാർ വാദിച്ചു. പക്ഷേ 1939 ശേഷം സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങി. സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ കൂടുതൽ പട്ടാളക്കാർക്ക് പരിക്കേൽക്കാൻ തുടങ്ങി. ഈ പരിക്കേറ്റ ജർമ്മൻ പട്ടാളക്കാരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് നാൾ ആശുപത്രിയിൽ അവരെ കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാര്യം പുതിയ ആൾക്കാർ പരിക്കേറ്റ് വരികയാണ്. അപ്പം എത്രയും പെട്ടെന്ന് അവരെ ട്രീറ്റ് ചെയ്ത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് യുദ്ധമുഖത്തോട്ട് വിടണം എന്നുള്ളത് ഒരു യുദ്ധത്തിൻ്റെ ഒരു ആവശ്യമായി. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു രീതി കുൻഷർക്ക് കൂടുതൽ ജർമ്മൻ പട്ടാളക്കാരിൽ പരീക്ഷിക്കാൻ പറ്റി. അത് സക്സസ് ആയി. അത് സക്സസ്ഫുൾ ആയിട്ട് അദ്ദേഹത്തിന് പരീക്ഷിക്കാൻ പറ്റി. അപ്പോൾ D-Dayക്ക് ശേഷം ജർമ്മനി പരാജയപ്പെട്ടതിന് ശേഷം ഈ അമേരിക്കക്കാർ ഇവരിൽ കുറേ പേരെ പ്രിസണേഴ്സ് ഓഫ് വാർ ആയിട്ട് പിടിച്ചുകൊണ്ട് പോയല്ലോ. അതെ. അപ്പോൾ ഇവരുടെ മെഡിക്കൽ ഇവാലുവേഷൻ നടന്നപ്പോൾ ഇവരുടെ പലരുടെയും തൊടയിലിനകത്ത് ഇങ്ങനെ ഒരു ഇംപ്ലാന്റ് ഇരിക്കുന്നത് അമേരിക്കക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വളരെ കൗതുകത്തോടു കൂടി ഇതിനെക്കുറിച്ച് പഠിക്കുകയും അപ്പോഴത്തേക്കും ജർമ്മനി യുദ്ധത്തിലൊക്കെ തോറ്റല്ലോ. ഗെർഹാർഡ് കുൻഷർ ഒളിച്ച് താമസിച്ചു തുടങ്ങി. കാര്യം നാസി ഡോക്ടറാണ്, പിടിച്ചാൽ അതിൻ്റെതായ നാസികളുമായിട്ട് അസോസിയേറ്റ് ചെയ്തതിൻ്റെ ശിക്ഷ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒളിച്ച് താമസിക്കുകയായിരുന്നു. അമേരിക്കക്കാർ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ച് അദ്ദേഹത്തെ അമേരിക്കയിൽ കൊണ്ടുവന്ന് അദ്ദേഹവും പിന്നെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നവരും ചേർന്നാണ് ഈ ഇന്റേണൽ ഫിക്സേഷൻ എന്ന് പറയുന്ന ഇന്നത്തെ ആധുനികമായ സർജറി ചെയ്തുള്ള എല്ല് പൊട്ടലിൻ്റെ ചികിത്സ ഡെവലപ്പ് ചെയ്തെടുത്തത്. ഇങ്ങനെ സർജറിക്ക് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. കഥയുണ്ടെന്ന് ആർക്കും എല്ലാവരും നമ്മൾ നാസികളെ വില്ലന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളിലും ഇതുപോലുള്ള കോൺട്രിബ്യൂഷൻസും സയന്റിഫിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസും ഇവർ ചെയ്തിട്ടുണ്ട്. അവരാണ് സർജറി ഒക്കെ കണ്ടുപിടിച്ച ആൾക്കാർ. അവരാണ് ഇത് കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്തത്. ഇന്റേണൽ ഫിക്സേഷൻ എന്നുള്ള ആശയം അതിനു മുമ്പേ ഉണ്ടായിരുന്നു. ഇങ്ങനെ ചെയ്യാം എന്നുള്ള തോന്നൽ പലർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ട് സക്സസ്ഫുൾ ആയിട്ട് നടപ്പാക്കിയത് ഗെർഹാർഡ് കുൻഷറും അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള അന്നത്തെ നാസി ഡോക്ടർമാരുമായിരുന്നു. അത് പിന്നെ ആധുനിക ലോകത്തേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അതെ, മനസ്സിലായി സാർ. സാർ, വേറൊരു ചോദ്യം. ഇപ്പം നമ്മൾ സർജറിയുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണെങ്കിലും കുട്ടികളിലോട്ട് വരുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. കുട്ടികൾക്കൊരു ഫ്രാക്ചറൊക്കെ വന്നു കഴിയുമ്പോൾ അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് മാതാപിതാക്കൾക്കാണെങ്കിൽ എല്ലാവർക്കും ഒരു പേടിയുള്ള കാര്യമാണ്. സോ അതിനെ എങ്ങനെയായിരിക്കും സാർ ട്രീറ്റ് ചെയ്യുക? കുട്ടികൾക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ സർജറി നിർദ്ദേശിക്കാറുള്ളൂ. കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരുന്ന പ്രായമായതുകൊണ്ട് അവരുടെ എല്ലിന് റീമോഡലിംഗ് പൊട്ടൻഷ്യലുണ്ട്.
ഏകദേശം പഴയ രീതിയിലൊക്കെ നമ്മൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് യോജിച്ചിട്ട് അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അത് റീമോഡൽ ചെയ്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം ഇൻറ്റേർണൽ ഫിക്സേഷൻ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് ആവശ്യമായിട്ട് വരും. എന്നാലും ഈ മുതിർന്ന ആളുകൾ ചെയ്യുന്നത് പോലെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സർജറി പലപ്പോഴും കുട്ടികൾക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള മിനിമൽ ഫിക്സേഷൻസ് ആണ് നമ്മൾ കുട്ടികൾക്ക് അഡ്വൈസ് ചെയ്യുന്നത്. അവരുടെ ഈ ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള ഭാഗങ്ങളുണ്ട് അവരുടെ എല്ലിലെ. ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ നീളം കൂടുന്ന ഭാഗം, പെരിയോസ്റ്റ് എന്ന് പറഞ്ഞ് എല്ലിൻ്റെ ബ്രെഡ്ത്ത് കൂടുന്ന ഭാഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പരമാവധി ഇഞ്ചുറി ഒഴിവാക്കിക്കൊണ്ട് മിനിമം ഫിക്സേഷൻ, അപ്രോക്സിമേറ്റ് അലൈൻമെൻറ്റ്, മിനിമം ഫിക്സേഷനും ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ചികിത്സയാണ് കുട്ടികളിൽ പൊട്ടൽ വരുമ്പോഴത്തേക്കും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. അതുപോലെ മിക്കപ്പോഴും കുട്ടികളിലൊരു പൊട്ടൽ വന്നാൽ സർജറി കൂടാതെയുള്ള ചികിത്സയാണ് ഡോക്ടറും പ്രിഫർ ചെയ്യുന്നത്. ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യലുണ്ട്, റീമോഡലിംഗ് കപ്പാസിറ്റി ഉണ്ട് ബോണിനെന്നുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാണ് ഈ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് സർജറി നിർദ്ദേശിക്കുന്നത്. പക്ഷേ ആവശ്യമായി വരുന്ന പക്ഷം അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രസിദ്ധനായ സിനിമാ നടൻ്റെ കൈ വളഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും. അതുപോലെയുള്ള സെക്യുലൈസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം കുറച്ചുകൂടെ ഒരു മുമ്പത്തെ കാലഘട്ടത്തിലുള്ള ചികിത്സയാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചെറിയൊരു ഡീഫോമിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴ് അതുപോലുള്ള ഡീഫോമിറ്റി വരാൻ സാധ്യതയുള്ളതാണെങ്കിൽ ഡോക്ടർ സർജറി നിർദ്ദേശിക്കും. അല്ലാത്ത അവസരത്തിൽ സർജറി കൂടാതെയുള്ള ചികിത്സ തന്നെയാണ് കുട്ടികൾക്ക് ഡോക്ടർമാർ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ ഡോക്ടർ. ഇപ്പോൾ കുട്ടികളാണെന്നുണ്ടെങ്കിലും അവർക്കിപ്പോൾ ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനെല്ലാം പാടാണ്. അവരുടെ പെയിൻ ആകുമ്പോഴെല്ലാം പെയിൻ മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ് ആ ഒരു ഫ്രാക്ചറിൻ്റെ സമയത്ത് ചെയ്യുക? അതുപോലെ ഇപ്പോൾ സർജറി നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാക്ചർ വരുന്നതായിക്കോട്ടെ സർജറി ആയിക്കോട്ടെ, ഭാവിയിലോട്ട് കുട്ടികളുടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ അവർക്ക്? കുട്ടികൾക്ക് നമ്മൾക്ക് അനസ്തീഷ്യ കൊടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ സുരക്ഷിതമായ രീതിയിൽ കുട്ടികളുടെ പെയിൻ മാനേജ് ചെയ്യാനും കുട്ടികൾക്ക് അനസ്തീഷ്യ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ടല്ലോ. മാത്രമല്ല, നമ്മളൊരു സ്പ്ലിൻറ്റ് വെച്ച് ഇമ്മൊബിലൈസ് ചെയ്ത് കഴിയുമ്പം കുഞ്ഞുങ്ങളുടെ വേദനയ്ക്ക് ശമനം വരും. ഈ ഫ്രാക്ചറിൻ്റെ പെയിൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഫ്രാക്ചറിൻ്റെ എൻഡ്സ് തമ്മിൽ റബ്ബ് ചെയ്യുമ്പോഴല്ലേ. നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ റബ്ബിങ് ഒഴിവാകുകയും കുഞ്ഞുങ്ങൾക്ക് ടെമ്പററി സ്പ്ലിൻറ്റിങ്ങിൽ തന്നെ പെയിൻ റിലീഫ് വരും. അതിനുശേഷം നമ്മൾ സർജറിയിലേക്ക് പോകുന്നെങ്കിൽ അതിനെ സുരക്ഷിതമായ രീതിയിൽ അനസ്തീഷ്യ കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അപ്പോൾ അനസ്തീഷ്യ കൊടുത്ത് നമ്മളവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ് സർജറി ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം അവരുടെ അനുയോജ്യമായ രീതിയിൽ അനാൾജസിക്ക് കൊടുത്ത് നമുക്ക് പെയിൻ മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. സത്യത്തിൽ മുതിർന്നവരെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ പെയിൻ ടോളറേറ്റ് ചെയ്യുന്നത് പലപ്പോഴും കുഞ്ഞുങ്ങളാണ്. ഇനിഷ്യൽ അവസ്ഥയിൽ അവർ വളരെ ഭയന്നാണ് പലപ്പോഴും അവർ കരയുന്നത്, മനസ്സിലായോ? ഭയന്ന് പേടിച്ച് അവർ കരയുമെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ അത് ടോളറേറ്റ് ചെയ്യുകയും സർജറിക്ക് ശേഷവും ഒക്കെ ടോളറേറ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളാണ്. അത് നമുക്കൊരു പുതിയ അറിവാണ്. സർ, ഇനി കുട്ടികളിൽ നിന്ന് വയസ്സായവരിലേക്ക് വരുമ്പോൾ പൊതുവേ ഫ്രാക്ചർ വയസ്സായവർക്ക് വരാൻ സാധ്യത കൂടുതലാണല്ലോ. അപ്പം നമ്മൾ സർജറി ആണെങ്കിലും പക്ഷെ അധികം റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്യാറില്ല. പൊതുവേ റിലേറ്റീവ്സ് ആയിട്ടുള്ളവരെല്ലാം, ബൈസ്റ്റാൻഡേഴ്സ് എല്ലാം. സോ അതിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അല്ല, മുതിർന്നവരിൽ സർജറി ഒഴിവാക്കാൻ പലപ്പോഴും ബന്ധുക്കൾ ആവശ്യപ്പെടാറുണ്ട്. അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, അമ്മയ്ക്ക് ഇത്രയും പ്രായമായി, ഇനി സർജറി ചെയ്ത് കഷ്ടപ്പെടുത്തണോ? അനസ്തീഷ്യ റിസ്ക് കൂടുതലല്ലേ? ഇനിയിപ്പോൾ അമ്മയ്ക്ക് അധിക കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ, വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ? അല്ലെങ്കിൽ അച്ഛന് അങ്ങനെ വലിയ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ഒന്നും ഇല്ലല്ലോ? ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും രോഗിയുടെ ബന്ധുക്കൾ ഉന്നയിക്കേണ്ടത്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അത് ശരിയാണ് താനും. പക്ഷേ സത്യത്തിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹിപ്പ് ഫ്രാക്ചർ വരുന്നു. പ്രായമായ ഒരാൾക്ക് ഒരു ഹിപ്പ് ഫ്രാക്ചർ വന്ന് പിന്നെ അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം ഒരേപോലെ ശയ്യാവലംബി ആയിപ്പോയാൽ ഈ ശയ്യാവലംബി ആവുന്നതിൻ്റെ പ്രശ്നങ്ങൾ വരുമല്ലോ. അദ്ദേഹത്തിന് ബെഡ് സോർ വരും, ഒരേ ഭാഗം അമർത്തി വേദന കൊണ്ട് അവർ അനങ്ങാതെ കിടക്കുമല്ലോ. അപ്പം ഒരേപോലെ കിടക്കുന്നത് കൊണ്ട് പ്രഷർ സോഴ്സ് വരും. അതുപോലെ കിടന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആസ്പിറേഷൻ ന്യൂമോണിയ, ഈ ലങ്സിൽ നീർക്കെട്ട് വരും. പിന്നെ ഈ കിടക്കുന്നു എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ ട്രോമയാണ്. നേരത്തെ ശാരീരികമായ ക്ഷതത്തിൻ്റെ കൂടെ അയ്യോ ഞാൻ കിടന്നുപോയി എന്നുള്ളൊരു സൈക്കോളജിക്കൽ ട്രോമ വരും. അതും ഒരു മാറ്ററാണ്, മനസ്സിലായോ? പിന്നെ പലപ്പോഴും ഓർത്തോപെഡീഷ്യൻസ് ചോദിക്കാറുണ്ട്, ഡു യു വാണ്ട് ടു വാക്ക് ടു യുവർ ഗ്രേവ് ഓർ ലിംപ് ടു യുവർ ഗ്രേവ്? മനസ്സിലായോ? അപ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ടൈം ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ബാക്കിയുള്ള ടൈമിലേക്ക് നമ്മൾ ജീവിതം ആഡ് ചെയ്യണം. ജീവിതം ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവർ ആക്റ്റീവ് ആയിരിക്കണം, അവർ ഹാപ്പി ആയിരിക്കണം, പെയിൻ ഫ്രീ ആയിരിക്കണം, മൊബൈൽ ആയിരിക്കണം.
അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ആവശ്യമായി വരുന്ന പക്ഷം പ്രായമായ ആളുകളിൽ സർജറി ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ചെയ്യുക തന്നെ വേണം. പ്രത്യേകിച്ച് ഹിപ്പ് ഫ്രാക്ചേഴ്സിന് എപ്പോഴും നമ്മൾ സർജറി ചെയ്യാനേ പറയത്തുള്ളൂ. സർജറി ചെയ്യാതെ, പ്രത്യേകിച്ച് ഹിപ്പ് സർജറി ചെയ്യാതെ ഒരു എൽഡർലി പേഴ്സണെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പിന്നെ അവരുടെ എല്ലാ ലിംബിൻ്റെയും മിനിമൽ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് തിരിച്ചു വരുന്ന രീതിയിലായിരിക്കും അവരുടെ മറ്റ് പൊട്ടലുകളിൽ ഫങ്ഷണൽ പെയിൻ റിലീഫിനും ഫങ്ഷണൽ റീഗെയിനും വേണ്ടി സർജറി ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ പ്രായമായവരിൽ നമ്മൾ സർജറി ചെയ്യുന്നതിൽ 100% സയൻറ്റിഫിക്കലി സപ്പോർട്ടഡ് ആണ്. അതാണ് ചെയ്യേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റർ ചെയ്തിട്ടാണ് ഒരു പേഷ്യൻറ്റിന് അല്ലെങ്കിൽ ഒരാൾക്ക് സർജറി നിർദ്ദേശിക്കുന്നത്. നേരത്തെ തുടക്കത്തിലേ പറഞ്ഞല്ലോ, എല്ല് യോജിക്കുക എന്നുള്ളതല്ല സർജറിയുടെ എയിം. എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് എല്ല് യോജിക്കുക, വേദന മാറ്റുക, അതല്ല. ഫങ്ഷണൽ റിക്കവറിയാണ് ഓർത്തോപെഡിക് സർജറിയുടെ എയിം. മനസ്സിലായോ? ലോക്കോമോട്ടർ സിസ്റ്റമാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവുക, നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുക, അതാണ് സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ. അതാണ് സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ മെയിൻ ഫങ്ഷൻ. അത് നിലനിർത്തുക, ഫങ്ഷൻ നിലനിർത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഫങ്ഷൻ പരമാവധി പഴയതുപോലെ നിലനിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. സർ, നമ്മളിപ്പോൾ സർജറി ചെയ്യുന്ന സമയത്താണെങ്കിലും ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്യുമല്ലോ. അപ്പോൾ പൊതുവെ ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, ഈ പ്ലേസ് ചെയ്യുന്ന ഇംപ്ലാന്റ്സ് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് കളയണോ, അതോ ഈ കമ്പി എപ്പോൾ ഊരാൻ ഡോക്ടർ? അതെ എക്സാക്ട്ലി. ഈ കമ്പി എപ്പോൾ ഊരാൻ ഡോക്ടർ? അതും ഡോക്ടർ ഓർത്തോപെഡിക് സർജൻസ് എപ്പോഴും ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. സത്യത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഓർത്തോപെഡിക് ഇംപ്ലാന്റ്സും റിമൂവ് ചെയ്യണ്ട എന്നുള്ളതാണ് സത്യം. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ നമ്മൾ ഓർത്തോപെഡിക് ഇംപ്ലാന്റ്സ് റിമൂവ് ചെയ്യാൻ നിർദ്ദേശിക്കാറുള്ളൂ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഇംപ്ലാന്റ്സിൻ്റെ മെറ്റൽ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെയിനായിട്ട് 2 ടൈപ്പ് മെറ്റലാണ്. 316 സ്റ്റീലും ടൈറ്റാനിയം. ഈ രണ്ടും ഇനർട്ട് മെറ്റൽസാണ്. ബോഡിയായിട്ട് യാതൊരു തരത്തിലും റിയാക്ട് ചെയ്യില്ല, ശരീരം അതിനെ റിജക്റ്റ് ചെയ്യത്തില്ല. അതുപോലെ MRI കോമ്പാറ്റബിളുമാണ്. ഈ കമ്പി ഇട്ടുകൊണ്ടും MRI എടുക്കാം. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ഒരു ഓർത്തോപെഡിക് ഇംപ്ലാന്റ് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യാൻ പറയും. ഉദാഹരണത്തിന് കൊച്ചു കുട്ടികളിടുന്ന ഇംപ്ലാന്റ് അവരുടെ വളർച്ച വരുമ്പോഴത്തേക്കും അതിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടും അത് റിമൂവ് ചെയ്യാൻ പറയും. കുഞ്ഞുങ്ങളുടെ ഇടുന്ന ഇംപ്ലാന്റ്, പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പ്സിലിടുന്ന ഇംപ്ലാന്റ്സ് നമ്മൾ റിമൂവ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിംറ്റമാറ്റിക് ഇംപ്ലാന്റ് ആണ്, ഇട്ടിരിക്കുന്ന സ്ക്രൂവോ പ്ലേറ്റിൻ്റെ അറ്റമോ ഒക്കെ ശരീരത്തിന് തൊലിയുടെ അടിയിലിരുന്ന് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാൻ പറയും. ഇൻഫെക്ഷൻ എന്തെങ്കിലും വരികയാണ്, ചിലപ്പോൾ സട്ടിൽ ഇൻഫെക്ഷൻ ആയിരിക്കും, വെളിയിൽ കാണുന്ന ഇൻഫെക്ഷൻ അല്ല, ഇൻഫെക്ഷൻ എന്തെങ്കിലും വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വേദന അനുഭവപ്പെടുന്ന രോഗി കംപ്ലയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാൻ പറയും. പിന്നെ ആദ്യത്തെ സർജറി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഉള്ള റിസൾട്ട് അതിന് വന്നില്ല, അതിന് നമ്മൾക്ക് കുറച്ചുകൂടെ ഒരു കറക്ഷൻ സർജറിയിലേക്ക് പോകണം. അങ്ങനെയുള്ളൊരു കാര്യം വരുമ്പോഴും നമ്മൾ ഇംപ്ലാന്റ് റിമൂവ് ചെയ്യാൻ പറയും. പിന്നെ മേജർ ജോയിൻസിൻ്റെ അടുത്തിടുന്ന ഇംപ്ലാന്റ്, ഹിപ്പിലും നീയിലും ഒക്കെ ഇടുന്ന ഇംപ്ലാന്റ്സ്, ചെറുപ്പക്കാരിലിടുന്ന ഇംപ്ലാന്റ്സ് ഭാവിയിൽ അവർക്കൊരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ആവശ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് പൊട്ടൽ വന്നതുകൊണ്ട് അവരുടെ ജോയിൻറ്റിൻ്റെ സർഫസിന് സ്മൂത്ത്നെസ് നഷ്ടപ്പെട്ടു പോയി ഭാവിയിൽ തേയ്മാനം വന്ന് അതിൽ അവർക്ക് ഒരു റിവിഷൻ സർജറി അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി ആവശ്യം വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന പക്ഷവും ഡോക്ടർ റിമൂവ് ചെയ്യാൻ പറയാറുണ്ട്. അല്ലാതെ പൊതുവേ പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്തോപെഡിക് ഇംപ്ലാന്റ്സ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു സർജറിയാണത്. മനസ്സിലായോ? പൊതുവെ കമ്പി ഊരേണ്ട കാര്യമില്ല. നമ്മൾ തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ പേഷ്യന്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്, എപ്പോൾ കമ്പി ഊരാം? ഞാൻ പറയും, അത് കമ്പി നമ്മളിത് ഇംപ്ലാന്റ് ഇട്ടതല്ലേ ഉള്ളൂ, ഇനി മുറിവുണങ്ങണം, എല്ല് യോജിക്കണം, അതിന് ശേഷമല്ലേ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. സത്യത്തിൽ അത് അപ്പോഴും ഡോക്ടറിന് പറയാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഇംപ്ലാന്റ് സിംറ്റമാറ്റിക് ആവുമോ, പിന്നെ എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമല്ലേ. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. മനസ്സിലായോ? മനുഷ്യൻ ശരീരം എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഫ്രാക്ചർ എന്ന് പറയുന്നത് റിവോൾവിങ് സിറ്റുവേഷനാണ്. മനുഷ്യ ശരീരം ഒരു ഡൈനാമിക് എൻവയോൺമെൻ്റ് ആണ്. ഫ്രാക്ചർ ഹീലിംഗ് എന്നുള്ളൊരു ഇവോൾവിങ് സിറ്റുവേഷനുമാണ്. അപ്പോൾ ഈ 2 കാര്യത്തിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇതിങ്ങനെ തന്നെ പോവും എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാം കാണുന്നവരെങ്കിലും ഈ ചോദ്യം ഒത്തിരി ഡിലേ ചെയ്ത് ചോദിക്കുന്നത് നല്ലതായിരിക്കും. Postpone that question till your fracture unit, then you can ask.
സർജറി കഴിയുമ്പോൾ തന്നെ ഉടനെ ചോദിക്കേണ്ട ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ. സോ ഫ്രാക്ചർ സർജറീസിലോട്ട് വരുമ്പം ഒരു ഫ്രാക്ചർ വന്നു കഴിയുമ്പം സർജറി ചെയ്യാന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ചെയ്യണോ എന്നുള്ളത് റിക്വയർഡ് ആണോ? ഓർത്തോപെഡിക് സർജറി എമർജൻസി ആണോ എന്നുള്ളതാണ് ചോദ്യം. അതെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോപെഡിക് സർജറി ഒരു എമർജൻസി അല്ല. ഓക്കെ. ഓർത്തോപീഡിക്സിൽ വളരെ കുറച്ച് എമർജൻസീസേ ഉള്ളൂ. 1 ഡിസ്ലൊക്കേഷൻ, 2 വാസ്കുലർ ഇഞ്ചറി, 3 ഈ പൊട്ടലിൻ്റെ കൂടെ ഒരു മുറിവും കൂടെ ഉണ്ടായി എന്തെങ്കിലും കാരണവശാൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായി ഈ ഫ്രാക്ചറിന് കോണ്ടാക്റ്റ് വരിക, കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയും, മുറിവും കൂടെയുള്ള ഫ്രാക്ചർ. ഈ 3 കണ്ടീഷൻസിൽ മാത്രമേ ഓർത്തോപെഡിക് സർജറി എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള സന്ദർഭങ്ങളിൽ പല കാരണങ്ങളാലും, പ്രത്യേകിച്ച് രോഗിയുടെ ബന്ധുക്കളുടെ സമ്മർദ്ദം കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് സർജറിയിലേക്ക് ഡോക്ടർ നീങ്ങുന്നത്. പലപ്പോഴും കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പൊട്ടൽ വന്ന ഭാഗത്തെ നീര് കുറയുന്നത് കൊണ്ടും ഡോക്ടറിനും അദ്ദേഹത്തിൻ്റെ സർജിക്കൽ ടീമിനും തയ്യാറെടുക്കാനുള്ള സമയം കിട്ടുന്നത് കൊണ്ടും സർജറി വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും കുറച്ച് ഡിലേ ചെയ്ത് ഓർത്തോപെഡിക് സർജറി ചെയ്യുന്നതാണ് പലപ്പോഴും രോഗിക്ക് ബെനിഫിഷ്യൽ. മനസ്സിലായോ? പക്ഷേ പൊതുവേ എല്ലാവർക്കും ഒരു പാനിക് സിറ്റുവേഷൻ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആളുകൾ പെട്ടെന്ന് പാനിക് ആവുകയാണ് ചെയ്യുന്നത്. സത്യത്തിലൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും വളരെ അവധാനതയോടുകൂടി പെരുമാറുകയാണ് വേണ്ടത്. മനസ്സിലായോ? നമ്മളുടെ ഫയർ ഡ്രില്ലുണ്ട്. ഇപ്പോൾ വെളിയിലത്തെ രാജ്യങ്ങളിൽ ഫയറിൻ്റെ ബെല്ലടിക്കുമ്പോഴത്തേക്ക് എല്ലാവരും വരിയായി ഫയറിൻ്റെ സേഫ്റ്റി ഏതാണോ അസംബ്ലി പോയിൻ്റ് അവിടെ പോയി നിൽക്കുന്ന ഫയർ ഡ്രില്ലുണ്ട്. ഇവിടെയാണ് ഫയർ ഡ്രിൽ ചെയ്യുന്നതെങ്കിൽ ഫയറിൻ്റെ ബെല്ലടിക്കുകയും പലരും പല വഴി ഇറങ്ങി ഓടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ഒരു സമാധാനത്തോടെ നിൽക്കുകയും ആരാണോ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുകയും ചെയ്യുക എന്നൊരു രീതി പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നില്ല. എന്തുകൊണ്ടോ? നമ്മളുടെ പലതരത്തിലുള്ള ഈ പെർസെപ്ഷൻസിൻ്റെ പ്രശ്നമായിരിക്കണം. അപ്പം പലപ്പോഴും രോഗിയുടെയും ബന്ധുക്കളുടെയും സമ്മർദ്ദം കൊണ്ട് നമ്മൾ എമർജൻസി ആയിട്ട് ഫ്രാക്ചർ സർജറീസ് ചെയ്യുമെങ്കിലും ഓർത്തോപീഡിക് സർജറീസ് ഒരു സെമി അർജൻറ്റ് സർജറി മാത്രമാണ്, ഒരിക്കലും എമർജൻസി സർജറി അല്ല. ഓക്കെ. പക്ഷെ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത് ഫ്രാക്ചർ സർജറി എന്നൊക്കെ പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള രീതിക്കാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു മിസ്കൺസെപ്റ്റ് ആണ്. ശരിക്കും ABC എന്നാണ് പറയുന്നത്, എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. അത് കഴിഞ്ഞിട്ടാണ്, അതായത് നമ്മളുടെ ബാക്കിയുള്ള സിസ്റ്റംസ് എല്ലാം മാനേജ് ചെയ്തതിന് ശേഷമാണ് ഒരു പോളിട്രോമ പേഷ്യൻ്റ് അല്ലെങ്കിൽ വളരെ മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻറ്റിന് പോലും 4ാമതായിട്ടാണ് ഫ്രാക്ചർ ഫിക്സേഷൻ വരുന്നത്. മനസ്സിലായി? അപ്പോൾ പേഷ്യൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഡോക്ടറും സർജിക്കൽ ടീമും വേണ്ട തയ്യാറെടുപ്പുകളെല്ലാം ചെയ്തതിന് ശേഷം ഒരു അർജൻറ്റ് സർജറി ആയിട്ട് ഓർത്തോപെഡിക് സർജറി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അല്ല, സമയം കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ സമയം കൊടുത്ത് നീര് കുറയണമെന്നുണ്ടെങ്കിൽ നീര് കുറഞ്ഞ് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതിന് ശേഷം ചെയ്യുന്നതാണ് ഒരു ഓർത്തോപെഡിക് സർജറിയിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത്. ഇത് ജനങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു ആശുപത്രി ചെന്ന ഉടനെ ഇപ്പം ചെയ്യും ഡോക്ടറെ സർജറി എന്ന് പറഞ്ഞ് ഡോക്ടറെ ധൃതി പിടിപ്പിക്കരുത്. മനസ്സിലായോ? അതൊരു എമർജൻസി ആണെങ്കിൽ ലെറ്റ് ദ ഡോക്ടർ ഡിസൈഡ്. എമർജൻസി ആണ്, ഇതിലൊരു ഡിസ്ലൊക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ വാസ്കുലർ ഇഞ്ചുറി ഉണ്ട്, അല്ലെങ്കിൽ ഇത് വച്ചിരിക്കുന്ന എന്തെങ്കിലും കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നുന്ന പക്ഷം അദ്ദേഹം എമർജൻസി ആയിട്ട് ചെയ്യട്ടെ. അല്ലാതെ നമ്മളായിട്ട് ഡോക്ടറെ സമ്മർദ്ദം ചെലുത്തി പെട്ടെന്ന് ചെയ്യണം, ഇപ്പം ചെയ്യണം എന്ന് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. പാനിക് ആവേണ്ട കാര്യമില്ല. ഫ്രാക്ചർ എന്ന് പറയുന്നത്, എല്ലെന്ന് പറയുന്നത് ഓർത്തോപീഡിഷനെ പോലെ തന്നെ വളരെ നല്ല ഒരു ശരീരഭാഗമാണ്. നിങ്ങൾക്കറിയാം, ഏത് ശരീരഭാഗത്തും ഒരു മുറിവ് വന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും സ്കാർ ഉണ്ടാവും, ഇല്ലേ? നമ്മുടെ സ്കിന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ സ്കാർ ഉണ്ടാവും. പക്ഷേ എല്ല് മുറിഞ്ഞു കഴിഞ്ഞാൽ സ്കാർ ഉണ്ടാകത്തില്ല. ബോൺ ഹീൽ ബൈ ബോൺ ഇറ്റ്സെൽഫ്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം 1500 പേര് റോഡ് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ കേരളത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മണിക്കൂറിൽ തന്നെ 5 to 6 ആൾക്കാർക്ക് റോഡ് ആക്സിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. സാർ ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഓർത്തോപീഡിക് സർജനാണ്. സാറിൻ്റെ ഈ ഒരു 20 വർഷത്തെ കരിയറിൽ ഈ ഒരു ഓർത്തോപീഡിക് ട്രോമ സിവിയാരിറ്റി കൂടിയതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 20 വർഷം റോഡുകൾ നന്നായി, വണ്ടികളുടെ സ്പീഡ് കൂടി, ആളുകളുടെ റോഡ് സെൻസ് പോയി. ഈ കാര്യങ്ങൾ കൊണ്ട് ട്രോമയുടെ സിവിയറിറ്റിയും കൂടുന്നുണ്ട്. നമ്മൾ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ് പീരീഡിൽ കണ്ടുകൊണ്ടിരുന്നതിനേക്കാളും എത്രയോ സിവിയറായ ട്രോമയാണ് ഇപ്പം വരുന്നത്. ഹൈ വെലോസിറ്റി ഇഞ്ചുറി, ഹൈ വെലോസിറ്റി ഇഞ്ചുറി എന്നാണ് നമ്മൾ പറയുന്നത്, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് കൊണ്ടുണ്ടാകുന്ന ഈ ഫ്രാക്ചേഴ്സിനെയൊക്കെ. അപ്പം വണ്ടിയുടെ വെലോസിറ്റി സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇഞ്ചുറിയും കൂടും.
പിന്നെ ആളുകളുടെ ശ്രദ്ധ കുറയുന്നതനുസരിച്ചും ഇഞ്ചുറിയുടെ സിവിയറിറ്റി കൂടും. പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങൾ എനിക്ക് ഏഹ്, ജനങ്ങളോട് പറയണമെന്ന് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് ഹെൽമെറ്റ് വയ്ക്കുക. ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ പോലീസ് പിടിക്കാതിരിക്കാനാണ് ഹെൽമെറ്റ് വയ്ക്കുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് എ വെരി ഗുഡ് സേഫ്റ്റി ഗിയർ. അത് യൂസ് ചെയ്യണം. കാര്യം നിങ്ങൾ എന്തായാലും ബൈക്കിൽ നിന്ന് വീഴുകയാണെങ്കിൽ ഒരു പൊട്ടൽ വന്നേക്കാം. പക്ഷേ അതിൻ്റെ കൂടെ നിങ്ങൾ ഹെഡ് ഇഞ്ചുറി കൂടെ ഉണ്ടെങ്കിൽ മൊത്തത്തിലുള്ള, അതായത് നമ്മളൊരു രോഗിയല്ലേ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലാതെ ഒരു ശരീരബാധിതനെ മാത്രമല്ലല്ലോ. പൊട്ടലിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഹെഡ് ഇഞ്ചുറി കൂടെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ രോഗിയുടെ അവസ്ഥ വഷളാക്കും. ഫ്രാക്ചർ മാനേജ്മെൻറ്റിനെയും അത് കോംപ്ലിക്കേറ്റഡ് ആക്കും. മനസ്സിലായോ? മാത്രമല്ല ഈ ഫ്രാക്ചർ നമുക്ക് കുറേയൊക്കെ നമുക്ക് പഴയതുപോലെ ആക്കി എടുക്കാൻ പറ്റുമെങ്കിലും ഈ ഹെഡ് ഇഞ്ചുറിയൊക്കെ പലപ്പോഴും ഫുള്ളായിട്ട് റിക്കവർ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ടൂ വീലർ ഓടിക്കുന്നവർ എപ്പോഴും ഹെൽമെറ്റ് യൂസ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. പിന്നെ സീറ്റ് ബെൽറ്റ് 1960ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അറൗണ്ട് 1960 ഐ തിങ്ക്. വോൾവോ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ സീറ്റ് ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സീറ്റ് ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് അവരതിന് പേറ്റൻ്റ് എടുത്തിട്ടില്ല. ഇത്രയും സേഫ്റ്റി ഉള്ളൊരു സാധനം ഞങ്ങളുടെ കമ്പനി മാത്രം ഉപയോഗിച്ചാൽ പോരെന്നും എല്ലാ കമ്പനികളും യൂസ് ചെയ്യണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടി വോൾവോ അതെല്ലാ കമ്പനികളും യൂസ് ചെയ്യാൻ വേണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്, പേറ്റൻ്റ് എടുക്കാതെ. അപ്പോൾ സീറ്റ് ബെൽറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം 15% കൂടുതൽ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റുള്ള മരണങ്ങൾ കുറഞ്ഞു ആദ്യത്തെ വർഷം തന്നെ എന്നാണ് കാണിക്കുന്നത്. ഈ കഴിഞ്ഞ അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം 2012 വരെയുള്ള കണക്കാണെന്ന് തോന്നുന്നു. ഏകദേശം 4 ലക്ഷത്തോളം മരണങ്ങൾ സീറ്റ് ബെൽറ്റ് ഒഴിവാക്കി എന്നാണ് പറയുന്നത്. അത്രയും നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു സേഫ്റ്റി മെഷറാണ് സീറ്റ് ബെൽറ്റ്. അതും പോലീസിന് ഫൈൻ അടയ്ക്കാതിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഇടേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻ്റ് പറഞ്ഞ് ഇങ്ങനെ ഒടിഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാൻ ഞാൻ എന്തേ, അതുകൊണ്ടല്ലേ മുട്ട് പൊട്ടിയെന്ന് ചോദിച്ചു. സാറേ ഞാൻ ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു ബാക്ക് സീറ്റിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്, ബാക്ക് സീറ്റിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്. പോലീസ് പിടിക്കില്ലെന്നേ ഉള്ളൂ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്ന്. മനസ്സിലായി? പക്ഷേ ഇടത്തില്ല. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് യൂസ് ചെയ്യുക, സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുക. പിന്നെ നല്ല റോഡ് നിയമങ്ങൾ പാലിക്കുക. നമ്മൾ പൊതുവെ ഇപ്പം നിയമം ലംഘിക്കുന്നതാണ് ഒരു മിടുക്ക്. പ്രത്യേകിച്ച് ആരും അറിയാതെ ഒരു നിയമം ലംഘിച്ചാൽ അത്രയും മിടുക്ക് എന്നുള്ളൊരു രീതിയിലേക്ക് സമൂഹം വരുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിയമം ലംഘിക്കും, നീ ആരാ ചോദിക്കാൻ? ഈ രീതിയിലേക്കാണ് സമൂഹം വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ കണ്ടാൽ മാത്രമേ നമ്മൾ നിയമം പാലിക്കൂ എന്നുള്ളതില്ല. അപ്പോൾ റോഡ് നിയമങ്ങൾ കൃത്യമായി പാലിക്കുക. അതും നമ്മളുടെ ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും അപകടം ഉണ്ടായാലും അതിൻ്റെ സിവിയറിറ്റി കുറയ്ക്കാനും. 60 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു നമ്മളുടെ ബൈക്കിൻ്റെ മാക്സിമം സ്പീഡ് നമ്മുടെ ഹൈവേയിൽ. പിന്നെ 60 കിലോമീറ്ററിന് താഴെയൊക്കെ ഓടിക്കുമ്പോൾ ഒരു ടൂ വീലറിൽ നിന്ന് അത്രയും സിവിയറായിട്ടൊരു ആക്സിഡൻറ്റ് വരത്തില്ല. ഈ വെലോസിറ്റി കൂടുന്നതനുസരിച്ചാണ് 80, 90, 100 പോകുമ്പോഴാണ് ഈ പറയുന്ന വല്ലാത്ത രീതിയിലൊക്കെ അങ്ങ് എല്ല് പൊട്ടിപ്പോകുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് ഡോക്ടർക്ക് തന്നെ സംശയം വരുന്ന രീതിയിൽ എല്ലൊക്കെ പൊട്ടിപ്പോകുന്നത്. അപ്പം അതൊരു റോഡ് നിയമമാണ്, നമ്മൾ പാലിക്കേണ്ട ഒരു റോഡ് നിയമമാണ്. അത് തലങ്ങും വിലങ്ങും എല്ലാവരും ലംഘിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ റോഡ് നിയമങ്ങളും നമ്മളെ ഓരോരുത്തരും ഇപ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ തമാശയായിട്ട് പോലും പലപ്പോഴും എൻ്റെ പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇട റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്നത്, മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിൽ. വളരെ റെയറായിട്ട് മാത്രമേ ഇതിനൊക്കെ ഉത്തരം കിട്ടാറുള്ളൂ. ഇപ്പോൾ സാറിൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും മെജോറിറ്റിയും ഇതുപോലെ ട്രാഫിക് റൂൾസ് ഒക്കെ തെറ്റിച്ച് വരുന്നവരാണ്. അങ്ങനെ ഞാൻ എൻ്റെ പേഷ്യൻസിനെ കുറ്റം പറയുകയല്ല. അവർ ഇപ്പം എന്താ സംഭവിക്കുന്നത്, ഇതിൽ അപകടത്തിൽപ്പെടുന്നവർ മാത്രമല്ലേ എൻ്റെ പേഷ്യൻസായിട്ട് വരുന്നുള്ളൂ, അല്ലെങ്കിൽ വേറെ ഡോക്ടറെ പേഷ്യൻ്റായിട്ട് വരുന്നത്. എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര നല്ല കുട്ടികളാണെന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും ലംഘിക്കുന്നു, ഇവർ അപകടത്തിൽപ്പെടും എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ 90% ആൾക്കാരും റോഡ് നിയമങ്ങൾ പാലിക്കാതെയാണ് വണ്ടി ഓടിക്കുന്നത്. അതായത് ഞാൻ 20 വർഷമായിട്ട് സർജറി ചെയ്യുന്ന ഞാൻ 35 വർഷമായിട്ടെങ്കിലും 35 വർഷമായിട്ടില്ല, ഒരു 30 വർഷമായിട്ടെങ്കിലും വാഹനം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വാഹനം തുടങ്ങിയ കാലത്ത് ആളുകളെല്ലാം കൂടുതൽ കൃത്യമായിട്ട് റോഡ് നിയമങ്ങൾ പാലിച്ചിരുന്നെന്നും ഇപ്പം ആളുകൾ റോഡ് നിയമത്തിന് പൊല്ലുവില കൽപ്പിക്കുന്നു എന്നുമാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ്, റോഡിലെ നിയമങ്ങൾ പാലിക്കുക, ഈ 3 കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം എന്നാണ് പൊതുജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സാർ, ഇനി നമ്മൾ തിരിച്ച് വയസ്സായവരിലോട്ട് വരുവാണ്. അപ്പോൾ ഈ വയസ്സായവർക്ക് നമുക്കറിയാം ഫ്രാക്ചറൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പ്രോണാണ് അവർ ഫ്രാക്ചറൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാറിൻ്റെ ഒരു 3 ബെസ്റ്റ് അഡ്വൈസ് എന്തായിരിക്കും? 3 ടിപ്സ് ടു ഗിവ് ദം ഒരു ഫ്രാക്ചേഴ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിക്ക്. പൊട്ടാതിരിക്കാനുള്ള ആദ്യത്തെ വഴി എന്താണ്? വീഴാതിരിക്കുക. ഓക്കെ. ഫോൾ പ്രിവെൻഷൻ, അതാണ് ഒന്നാമത്തെ വഴി. അതായത് നമ്മളുടെ വീട്ടിൽ ഒരു പ്രായമായ ആളുണ്ടെങ്കിൽ അദ്ദേഹം വീഴാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു
തുണിയോ പാവയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഫർണിച്ചറോ ഇവർ തട്ടി വീഴാൻ പാകത്തിന് ഇടാതിരിക്കുക. വീഴാനുള്ള സാഹചര്യത്തിലോട്ട് ഈ പ്രായമുള്ളവർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഇരിക്കുക. അതായത് പൊക്കത്തിൽ കയറുക, മരത്തിൽ കയറുക തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ വയസ്സായവരും ചെയ്യാൻ ശ്രമിക്കും. അതെന്താ, നമുക്ക് വയസ്സായി എന്ന് നമുക്ക് തോന്നുന്നില്ലല്ലോ ഒരിക്കലും. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തും. ഒരുപാട് വയസ്സായ ആൾക്കാരുടെ കാര്യമല്ല പറയുന്നത്. ഒരു 70-80 വയസ്സായ ആളുകളും കുറച്ച് പൊക്കത്തിലേക്ക് കയറാൻ ശ്രമിക്കും. മോക്ക് വീട് വയ്ക്കുന്നു, അതിൻ്റെ മുകളിൽ കയറി വെള്ളം ഒഴിക്കാൻ ശ്രമിക്കത്തില്ലേ? അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് അങ്ങോട്ട് വീഴാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വീഴാനുള്ള സാഹചര്യങ്ങളിലേക്ക് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും മുതിർന്ന ആളുകൾ ഒഴിവാക്കുക. പിന്നെ വീട്ടിൽ ആൻറ്റി സ്ലിപ്പറി ടൈലിടുക. വേണ്ട സ്ഥലങ്ങളിലെല്ലാം കൈപിടികൾ വയ്ക്കുക. സ്റ്റെപ്സ് ഉണ്ടെങ്കിൽ അത് അവിടെ തട്ടി വീഴാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. നല്ല ലിറ്റായിരിക്കുക. വീട് നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ലിറ്റാക്കി വയ്ക്കുക. പിന്നെ അവർക്ക് എന്തെങ്കിലും കാഴ്ചയ്ക്കോ കേൾവിക്കോ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്ത് ശരിയാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നാമത്തെ പോയിൻ്റ് ഫാൾ പ്രിവെൻഷൻ. രണ്ടാമത്തത് നമ്മളുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനുള്ള എക്സർസൈസുകൾ ചെയ്യുക. ചെറിയ പ്രായത്തിൽ നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ തന്നെ തുടങ്ങി പ്രായമാവുന്ന സമയത്തും നമ്മളുടെ ഈ ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനുള്ള എക്സർസൈസുകളുണ്ട്. യോഗ, തായ്ചൈ പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശരീരത്തിലെ മസിൽസിൻ്റെ ബലം നിലനിർത്തുക, ബാലൻസ് നിലനിർത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് വീഴാനുള്ള സാധ്യത വീണ്ടും കുറയും. ഇനി വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടാതിരിക്കാനായിട്ട് എല്ല് ബലമായിട്ട് വയ്ക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങുക. നല്ല ഭക്ഷണം കഴിക്കുക. പ്രായമായി കഴിഞ്ഞാലും പാലും യോഗട്ടും പച്ച ഇലകളും ഒക്കെ പച്ച ഇലകൾ, വൈറ്റമിൻ സി ഇൻക്ലൂഡിങ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മളുടെ എല്ലിൻ്റെ ബലം നിലനിർത്താനുള്ള മിനറൽസും വിറ്റാമിൻസും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രധാനമായിട്ടും ഈ സ്ത്രീകളുടെ എല്ല് നമ്മളുടെ ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് വളരെ ഓസ്റ്റിയോപൊറോട്ടിക് ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഗർഭകാലത്തും മുലയൂട്ടുന്ന സമയത്തും അമ്മമാർ കാൽസ്യം കഴിക്കുന്നില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ നെറ്റൊക്കെ നോക്കിയിട്ട് അവർ പറയുന്നത് വെച്ചാൽ കിഡ്നിയിൽ സ്റ്റോൺ വരും കാൽസ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ കൊണ്ട് ആവശ്യമുള്ള സമയത്ത് ഇവർ കാൽസ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നില്ല. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് മാംസപേശികളുടെ ബലം, മസിൽസിൻ്റെ ബലം നിലനിർത്തുന്ന പോലെ തന്നെ എല്ലുകളുടെ ബലവും നിലനിർത്തും. പിന്നെ എന്തെങ്കിലും ഓസ്റ്റിയോപോറോസ്, എല്ലിന് കട്ടി കുറയുന്ന എന്തെങ്കിലും അസുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ, ഹൈപ്പോതൈറോയിഡിസം പോലെയുള്ള അസുഖങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കണം. അതുപോലെ മുതിർന്ന ആൾക്കാരിലുള്ള ഓസ്റ്റിയോപോറോസിസ് നമുക്ക് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എല്ലിൻ്റെ ബലക്കുറവ് നമുക്ക് നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഡെക്സാ സ്കാൻ അതുപോലുള്ള ടെസ്റ്റുകൾ ചെയ്ത്, അല്ലെങ്കിൽ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉള്ളവർക്ക് വൈറ്റമിൻ D3 കൊടുക്കാം. ഡെക്സാ സ്കാൻ ചെയ്ത് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന പക്ഷം നമുക്ക് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇഞ്ചെക്ഷൻസ് ഉണ്ട്, പാരാതൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് ഓസ്റ്റിയോപോറോസിസ് ട്രീറ്റ് ചെയ്ത് എല്ല് ബലമാക്കി വയ്ക്കുകയും ചെയ്യുക. പിന്നെ ഈ ദുശീലങ്ങളുണ്ട്, സിഗരറ്റ്, മദ്യപാനം, ഇവയൊക്കെ എല്ലിനെ ബലം കുറയ്ക്കുന്ന കാര്യങ്ങളാണ്. അവയൊക്കെ ഒഴിവാക്കി വയ്ക്കുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾ പ്രിവെൻഷൻ, നമ്മൾ എക്സസൈസ് ചെയ്ത് മസിൽസ് നല്ല ബാലൻസാക്കി വയ്ക്കുക, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്ത് എല്ലിൻ്റെ ബലം നിലനിർത്തുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൽഡർലി ആയിട്ടുള്ള ആളുകൾ വീണ് കഴിഞ്ഞാൽ ഒടിവ് വരാനുള്ള സാധ്യത കുറയും. ഓക്കെ. നമ്മളിപ്പോൾ കാണുന്ന ഓഡിയൻസിനാണെന്നുണ്ടെങ്കിലും വീട്ടിൽ വയസ്സായവരൊക്കെ ഉണ്ടെങ്കിൽ സാറിൻ്റെ ടോപ്പ് 3 അഡ്വൈസ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതെടുത്തു കഴിഞ്ഞാൽ എന്തായാലും വീട്ടിൽ എൽഡറൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പറയാം അവരുടെ അടുത്തൊക്കെ. മിനിമമുള്ള ടൈലിടാതെ കുറച്ച് ആൻറ്റി സ്ലിപ്പറി ആയിട്ടുള്ള ടൈൽസൊക്കെ ഇടുക. മുതിർന്ന ആളുകളുടെ റൂം ഉണ്ടെങ്കിൽ അവരുടെ ബാത്റൂമിലും ആൻറ്റി സ്ലിപ്പറി ടൈൽസ് യൂസ് ചെയ്യുക. പിന്നെ അവർക്ക് വേണ്ട സ്ഥലത്തെല്ലാം ഈ കൈപിടികളൊക്കെ പിടിപ്പിച്ച് കൊടുക്കുക. ഇതങ്ങനത്തെ ചെറിയ ഇതൊക്കെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് പലപ്പോഴും അങ്ങ് ശ്രദ്ധിക്കാത്ത നെഗ്ലക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ആ. പ്രത്യേകിച്ച്. സോ ഡോക്ടർ, ഇപ്പോൾ ഫ്രാക്ചേഴ്സിനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫ്രാക്ചേഴ്സ് സ്ഥിരം സാർ ഒരു സീനിയർ ഡോക്ടറായിട്ട് തന്നെ കാണുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഫ്രാക്ചേഴ്സ് സർജറി ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഫെയിലിയേഴ്സ് നമ്മൾ ന്യൂസിലാണെങ്കിലെല്ലാം കാണുന്നുണ്ട്. സോ അതെല്ലാം പൊതുവെ ഒരു ഡോക്ടറുടെ മിസ്റ്റേക്ക് എന്നുള്ള രീതിക്കാണ് പറയപ്പെടുന്നത്. സോ അതിൽ ഒരു സീനിയർ ഡോക്ടർ എന്നുള്ള രീതിക്ക്, സർജൻ എന്നുള്ള നിലയ്ക്ക് സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ശരിക്കും അതൊരു ഡോക്ടറുടെ മിസ്റ്റേക്ക് ആണോ? അതായത് ക്വസ്റ്റ്യൻ്റെ ആദ്യത്തെ ഭാഗം ഒരുപാട് കാണുന്നുണ്ട്. ഈ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ പെർസെപ്ഷൻ്റെ കൂടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പൊതുവായി നിങ്ങൾ ആളുകളടുത്ത് ചോദിച്ചു നോക്കൂ, വിമാനത്തിൽ പോകുന്നതാണോ റോഡിൽ കൂടെ കാറിൽ പോകുന്നതാണോ സേഫ്?
മിക്ക ആളുകളും പറയും വിമാനത്തിൽ പോകുന്നത് അപകടം കൂടിയതും റോഡിലൂടെ കാറിൽ പോകുന്നത് സേഫുമാണെന്ന് പറയും. സത്യത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുമ്പോൾ നേരെ തിരിച്ചല്ലേ. നമ്മൾ വിമാനത്തിൽ പോകുന്നത് സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻസിൽ ഒന്നാണ് വിമാനത്തിൽ സഞ്ചരിക്കുക എന്നുള്ളത്. അതിനേക്കാളും സേഫായിട്ട് എസ്കലേറ്റർ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അതേസമയം റോഡിലൂടെ പോകുന്നത് അപകട സാധ്യത കൂടിയ ഒരു ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ നമ്മുടെ പെർസെപ്ഷൻ അങ്ങനെയല്ല. കാര്യം ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സംഭവിക്കുന്ന വിമാനാപകടത്തിന് വളരെ വലിയ മീഡിയ കവറേജ് കിട്ടും. നമ്മൾ ഏതെങ്കിലും കോണിൽ ഫിൻലാൻഡിൽ വിമാനം വീണാലും ഇവിടെ പറയും. പക്ഷേ അന്റാർട്ടിക്കയിൽ കാറിടിച്ചാലും നമ്മളുടെ പത്രത്തിൽ വരത്തില്ല. നമ്മളുടെ വീടിനടുത്തുള്ള അപകടങ്ങൾ, അതുള്ള റോഡ് അപകടങ്ങളൊക്കെ വരുവുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ വിമാനാപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നതെന്നും അവയ്ക്ക് ഫേറ്റാലിറ്റി, അതായത് മരണസാധ്യത കൂടുതലാണെന്നുള്ളൊരു ധാരണ നമ്മളുടെ മനസ്സിൽ കയറുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പെർസെപ്ഷൻ നമുക്ക് വരുന്നത്. ഈ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് ഈ എക്സ്പെർട്ട് സർജൻസ് അവരുടെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളല്ല. അവ ശരിക്കും അവരുടെ ഇത്രയും നാളത്തെ വാസ്റ്റായിട്ടുള്ള പ്രാക്ടീസിൽ അവരും അവരെ പോലെ തന്നെ സീനിയർ ആയിട്ടുള്ള ആളുകളും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോംപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ ബുക്കിൽ വന്നിരിക്കുന്നത്. റയറായവ സംഭവിക്കുമ്പോൾ അവയ്ക്ക് വലിയ അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ടാണ് ഈ ഒരുപാട് കോംപ്ലിക്കേഷൻ നടക്കുന്നു നമ്മളുടെ മനസ്സിൽ നിന്ന് വരുന്നത്. മനസ്സിലായോ? അതേസമയം നമ്മൾ ചെയ്ത് നന്നായി പോകുന്ന ലക്ഷക്കണക്കിന് സർജറികൾ ആരും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നു. ഇതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലല്ലോ ആരും. ലക്ഷക്കണക്കിന് സർജറി ചെയ്യുമ്പോഴത്തേക്കും തെറ്റിപ്പോകുന്ന സർജറികളെ കുറിച്ച് അല്ലേ എല്ലാവരും പറയുന്നത്. മനസ്സിലായോ? രണ്ടാമത് ഓർത്തോപെഡീഷ്യൻസിനെയാണ് ഏറ്റവും കൂടുതൽ ലിറ്റിഗേഷൻ വരുന്ന ഒരു സർജിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഗൈനക്കോ ഓർത്തോപെഡിക്സുമാണ്. അല്ലെങ്കിൽ ഓർത്തോപെഡിക്സിലെ ലിറ്റിഗേഷൻ വരാനുള്ള ഒരു മെയിൻ റീസൺ ഞങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും വലിയ ശത്രുവുമായ എക്സ്റേ ആണ്. ഈ എക്സ്റേ എന്ന് പറയുന്നത് ആൾ വിചാരിക്കുന്ന എക്സ്റേ ഒരു ഫോട്ടോയാണെന്നാണ്. ആക്ച്വലി എക്സ്റേ ഒരു ഫോട്ടോ അല്ല. എക്സ്റേ ഒരു ഷാഡോയാണ്. മനസ്സിലായോ? ഈ ഷാഡോ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ തന്നെ നമ്മൾ കൈ വെച്ച് ഷാഡോ ഉണ്ടാക്കി വിവിധ രൂപമൊക്കെ ഉണ്ടാക്കുമല്ലോ. കയ്യിൽ എങ്ങനെയാണ് വെളിച്ചം വീഴുന്നത്, ആ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഷാഡോ ഉണ്ടായി ഭിത്തിയിൽ വീഴുന്നതനുസരിച്ച് കൈ വെച്ച് നമ്മൾ രൂപങ്ങൾ ഉണ്ടാക്കുമല്ലോ. നമ്മളുടെ ഒരേ കൈ വെച്ച് പല രൂപങ്ങളുണ്ടാക്കും. അപ്പോൾ ഇതൊരു ഷാഡോ ആണെന്ന് മനസ്സിലാക്കാൻ ഈ ഷാഡോ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്പെർട്ടൈസേഷൻ വേണം എന്നുള്ളതും പൊതുവേ നമ്മുടെ സമൂഹത്തിന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. എല്ലാവരും എടുത്തു വെച്ച് എക്സ്റേ ഇൻ്റർപ്രറ്റ് ചെയ്യും, ഒരു ഫോട്ടോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പോലെ. ഞങ്ങൾ തന്നെ പറയാറുണ്ട്, എക്സ്റേ ഈസ് ആൻ ഇമേജ് ഈസ് ആൻ ഇല്യൂഷൻ, പേഷ്യൻ്റ് ഈസ് ദ റിയാലിറ്റി. ടു ഇൻ്റർപ്രറ്റ് ആൻ ഇല്യൂഷൻ യു നീഡ് എക്സ്പെർട്ടൈസ്. മനസ്സിലായോ? അപ്പം ഈ ഒരു എക്സ്റേ എല്ലാവരും ഇൻ്റർപ്രറ്റ് ചെയ്യും, എല്ലാവരും ഇതിനെക്കുറിച്ച് കമൻറ്റും പറയും. പക്ഷേ ഇനിയിപ്പം വളരെ റയറായിട്ട് ഈ ഓർത്തോപെഡീഷ്യൻസ് തന്നെ മറ്റ് ഡോക്ടർമാർ, ഒരു ഡോക്ടർ തന്നെ വേറൊരു ഡോക്ടറെ കുറിച്ച് കമൻറ്റ് പറയാറുണ്ട്. അവർ എപ്പോഴും ആലോചിക്കാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സർജറി ചെയ്യുന്ന സമയത്ത് ഒരു സർജൻ ഫേസ് ചെയ്ത എന്തെന്ന് ആ സർജന് മാത്രമേ അറിയാവൂ. അയാൾ എന്താണ് ആ സമയത്ത് ഫേസ് ചെയ്ത ഡിഫിക്കൽറ്റി എന്നുള്ളത് അതൊരിക്കലും പിന്നെ എക്സ്റേ കണ്ട് അഭിപ്രായം പറയുന്ന ആളുകൾക്ക് അറിയത്തില്ല. മനസ്സിലായോ? സള്ളി എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സംഭവം, അതൊരു നടന്ന സംഭവത്തെ അധികരിച്ച് ഉണ്ടാക്കിയ ഒരു സിനിമയാണ്. ഒരു കമേഴ്ഷ്യൽ പൈലറ്റ്, ഐ ഫോർഗെറ്റ് ഹിസ് നെയിം, അദ്ദേഹം ഒരു ബേർഡ് ഹിറ്റ് ഫേസ് ചെയ്യുന്ന, അത് നടന്ന സംഭവമാണ്. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു ക്യാപ്റ്റൻ ഒരു ബേർഡ് ഹിറ്റ് ഫേസ് ചെയ്യുകയും അദ്ദേഹം തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ ഇറങ്ങാൻ ശ്രമിക്കുകയും അതിന് പറ്റാതെ വരുമ്പോഴത്തേക്കും അമേരിക്കയിലെ ഹഡ്സൺ റിവറിൽ ഫ്ലൈറ്റ് കൊണ്ട് ഇറക്കുകയും ചെയ്തൊരു സംഭവം നടന്നിട്ടുണ്ട്. ആ ഫ്ലൈറ്റിൽ ഉള്ള എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ അതിന് ശേഷം ഒരു എൻക്വയറി കമ്മിറ്റി വയ്ക്കുന്നുണ്ട്. ഈ എൻക്വയറി കമ്മിറ്റി പറയുന്നതെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഈ റിവറിൽ ഇറക്കുന്നതിന് പകരം തൊട്ടടുത്തുള്ള ഒരു വിമാനത്താവളത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ മതിയായിരുന്നു എന്ന് കണ്ടെത്തി ഈ ക്യാപ്റ്റനെ ശരിക്കും പണിഷ് ചെയ്യാനുള്ള എല്ലാ വട്ടവും ഈ കമ്മിറ്റി കൂട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ, ഈ ഹഡ്സൺ റിവറിൽ ഇറക്കുന്നതിലൂടെ ഇത്രയും ആളുകളുടെ ജീവൻ ഇദ്ദേഹം സത്യത്തിൽ അപായപ്പെടുത്തുകയാണ് ചെയ്തത്, അപായപ്പെടുത്താനുള്ള സാഹചര്യം ഇദ്ദേഹം ഉണ്ടാക്കി എന്നാണ് അവരുടെ അസംഷൻ. അതിന് പകരം ഇതിന് തൊട്ടടുത്തുള്ള വിമാനത്താവളത്തിലേക്ക് തിരിച്ചു വിടാമായിരുന്നു. അപ്പോൾ അതിനവരൊരു സിമുലേറ്റർ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും ആ സിമുലേറ്റർ വെച്ച് ഇദ്ദേഹം ഹഡ്സൺ റിവറിൽ ഇറക്കിയ സമയം കൊണ്ട് തന്നെ ആ വിമാനത്താവളത്തിൽ എത്താമെന്ന് ഈ കമ്മിറ്റി തെളിയിക്കുകയും ചെയ്യും. പക്ഷേ ആ സിനിമയിലെ അവസാന രംഗങ്ങളിൽ ഒന്നിൽ അദ്ദേഹം ഇത് തെറ്റാണെന്ന് കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേർഡ് ഹിറ്റ് ചെയ്ത ഉടനെ ഒരു പൈലറ്റ് തീരുമാനം എടുക്കില്ലല്ലോ. ഇറ്റ് വിൽ ടേക്ക് സം 10 seconds. ഈ 10 seconds കഴിഞ്ഞാണ് ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഹഡ്സൺ റിവറിലേ ഇറക്കാൻ പറ്റുള്ളൂ. അടുത്തുള്ള വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് എത്തത്തില്ല.
മനസ്സിലായി. അപ്പോൾ ഇതൊരു അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം സർജനും അഭിമുഖീകരിക്കുന്നുണ്ട്. ആ സർജൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അഭിമുഖീകരിക്കുന്ന കാര്യം എന്തെന്ന് ആ സർജൻ മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഫ്രാക്ചറിന് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്കിപ്പോൾ എല്ലാവരെയും റോഡിൽ നടക്കുന്ന എല്ലാവരെയും നമുക്ക് ട്രെയിൻ ചെയ്ത് ജില്ലാ കളക്ടറുടെ പേഴ്സണാലിറ്റി ഉള്ള ആളാക്കാൻ പറ്റത്തില്ല. നമുക്ക് എല്ലാ ഫ്രാക്ചറും നമുക്ക് സർജറി ചെയ്ത് 100% റിസൾട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ ബുക്കിലുള്ള കാര്യങ്ങളാണ്, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പറയുന്നതല്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് പലപ്പോഴും ഫെയിലിയർ എന്ന് നമ്മൾ പെർസീവ് ചെയ്യുന്നത് പോലും ഫെയിലിയർ ആയിരിക്കത്തില്ല. മനസ്സിലായോ? ഹഡ്സൺ റിവറിൽ ഇറങ്ങിയ ഫ്ലൈറ്റിൻ്റെ ക്യാപ്റ്റന് ഫെയിലിയർ വന്നു എന്ന് എക്സ്പെർട്ട് കമ്മിറ്റി പറഞ്ഞത് കണക്ക് നമ്മൾ പലപ്പോഴും തെറ്റായി അസ്യൂം ചെയ്യുന്നതാണ് ഇതൊരു ഫെയിലിയർ ആണ്. ഈ ഇടയ്ക്ക് വളരെ വൈഡായിട്ട് എല്ലാവരും പറഞ്ഞു കൊച്ചിൻ്റെ കൈ വളഞ്ഞിരുന്നു, ഡോക്ടർ തെറ്റിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസൊക്കെ കണ്ടു. സത്യത്തിൽ ഈ കുട്ടികളുടെ എല്ലിന് റീമോഡലിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു ഏകദേശം ഷേപ്പ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് റീമോഡൽ ചെയ്യും. അപ്പോൾ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ, നേരത്തെ പറഞ്ഞ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ. അപ്പോൾ ചെറിയൊരു വളവ് ഒരു വളർന്നു വരുന്ന കൊച്ചിൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അത് റീമോഡൽ ചെയ്ത് വരും. അപ്പം അതും കൂടെ ഇതൊക്കെ ആരെങ്കിലും അസ്യൂം ചെയ്യുന്നു, അതൊക്കെ ആരെങ്കിലും കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഈ ഒരുപാട് കോംപ്ലിക്കേഷനിൽ ആരും ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ വളരെ ചെറിയ ഒരു നാരോ മാർജിൻ ഓഫ് എറർ ഉണ്ടെന്നോ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻ ചാൻസ് ഉണ്ടെന്നോ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ ബാക്കി ബെനിഫിറ്റ് കിട്ടുന്ന ആളുകളുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായ ബെനിഫിറ്റുകൾ നമ്മൾ മറക്കാൻ പാടില്ല. ആവശ്യമുള്ള പക്ഷം ധൈര്യമായിട്ട് തന്നെ സമ്മതിക്കാവുന്ന ഒരു സർജറിയാണ് ഓർത്തോപെഡിക് ട്രോമ സർജറി. അതെ, ഡോക്ടർമാരും ഹ്യൂമൻസ് ആണ്. ഡോക്ടർമാർ ഹ്യൂമൻസ് ആണ് എന്നല്ല പറയേണ്ടത്. ആളുകൾ പറയാറുണ്ട് ഡോക്ടറെ ഞങ്ങൾ ദൈവമായിട്ടാണ് കാണുന്നത്. ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും ഡോക്ടറെ ദൈവമായിട്ട് കാണരുത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം പഠിച്ച് നിങ്ങൾക്കില്ലാത്ത ഒരു സ്കില്ല് നേടി നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം നോളജോടുകൂടി സ്കിൽഫുള്ളായിട്ട് ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ് ഡോക്ടർ. ഹി ഈസ് നോട്ട് എ ഗോഡ്, നോട്ട് എ മിയർ ഹ്യൂമൻ ബീയിങ് ഓൾസോ. ഹി ഈസ് ആൻ എക്സ്പെർട്ട്, സ്കിൽഡ് പ്രൊഫഷണൽ. സോ ഡോക്ടർ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ടുഡേ. ഐ ഹോപ്പ് ഞാനും അതുപോലെ ഓഡിയൻസിനും ഇറ്റ് വാസ് എ വെരി ഫൺ ഇൻറ്ററാക്ഷൻ, യെറ്റ് ഇൻഫോർമേറ്റീവ് ടു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ഡോക്ടർ. താങ്ക് യു. താങ്ക് യു.